സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കം. സിൻഡിക്കേറ്റ് നിലപാട് കടുപ്പിച്ചു. രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. അടിയന്തരമായി ചുമതല ഏറ്റെടുക്കാൻ സിൻഡിക്കേറ്റ് നിർദ്ദേശിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, നാടകീയ രംഗങ്ങളാണ് സർവകലാശാലയിൽ വീണ്ടും നടക്കുന്നത്. ഇന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇന്നിതാ രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. നാളെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. വിശദാംശങ്ങൾ. കേരള സർവകലാശാലയിൽ നാടകീയ രംഗങ്ങൾ വൈകുന്നേരം വരെ തുടരുകയായിരുന്നു വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇന്ന് രാവിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ രണ്ട് പ്രമേയങ്ങളാണ് പാസ്സാക്കാൻ തീരുമാനിച്ചിരുന്നത്. ആ രണ്ട് പ്രമേയങ്ങൾ മേൽ ചർച്ച നടന്നെങ്കിലും തൊട്ടു പിന്നാലെ രജിസ്ട്രാറെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് തയ്യാറായില്ല. ഇതോടുകൂടി സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ അവരുടെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വൈസ് ചാൻസലർ പുറത്തേക്ക് വരികയും ചെയ്തു. അതിനുശേഷം വീണ്ടും സിൻഡിക്കേറ്റ് യോഗം തുടർന്നു. ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം 3:30 അംഗങ്ങൾ പുറത്തു വന്നെങ്കിലും വൈസ് ചാൻസലർ അറിയിക്കാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ നേരിട്ട് KS അനിൽകുമാറിന് നിർദ്ദേശം നൽകുകയായിരുന്നു എത്രയും വേഗം തന്നെ ആ പദവി ഏറ്റെടുക്കണമെന്ന്. ഉടൻ തന്നെ 4:30 മണിയോടുകൂടി KS അനിൽകുമാർ അവിടെ എത്തി, സർവകലാശാല ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന്റെ പദവി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം നിയമയുദ്ധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെയും VC-യുടെയും ഒക്കെ തീരുമാനം. ഭാരതാംബ വിവാദത്തെ ചൊല്ലി തുടങ്ങിയ തർക്കവും നിയമ പോരാട്ടവും വീണ്ടും കോടതി കയറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം നാളെയാണ് കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത്. അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയാതെ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ദിവസം നാളെയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. നാളെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സിൻഡിക്കേറ്റിന് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ സത്യവാങ്മൂലം സമർപ്പിക്കുക. അതേസമയം വൈസ് ചാൻസലർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പുതിയ അഭിഭാഷകനെ കണ്ടെത്തി സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നാടകീയമായ രംഗങ്ങളും ഒപ്പം നിയമ പോരാട്ടവും ഒരുപോലെ കേരള സർവകലാശാലയിൽ തുടരുകയാണ്. സിസ തോമസ് ഇന്ന് രാവിലെ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. നടപടിക്രമങ്ങൾ തുടക്കത്തിൽ അലങ്കോലം ബന്ധപ്പെട്ടില്ല. പിന്നീട് ഈ പ്രമേയങ്ങളുടെ മേൽ ചർച്ചയും തുടർന്ന് അതിന് തൊട്ട് പിന്നാലെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ തിരിച്ചെടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാകാമെന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് VC ആ ചർച്ച സമയം അനുവദിച്ചില്ല. ഒപ്പം അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനുശേഷമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്നുകൊണ്ട് KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയത്. ഒപ്പം വൈസ് ചാൻസലർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വൈസ് ചാൻസലറിന്റെ അസാന്നിധ്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമ സാധുതയില്ല. അതുകൊണ്ട് തന്നെ അവരും നിയമ പോരാട്ടം തുടരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അർജുന. ബിനോയ്, നമുക്കറിയാം സിൻഡിക്കേറ്റ് നിലപാട് കടുപ്പിച്ചെങ്കിലും നാളെ കോടതി ഇത് പരിഗണിക്കാൻ നിൽക്കുകയാണ്. കോടതിയുടെ അന്തിമ തീരുമാനമായിരിക്കും ഈ കാര്യത്തിൽ വിധി നിർണയിക്കുക. നാളെ കോടതി എപ്രകാരമായിരിക്കും ഈ കാര്യങ്ങൾ വിലയിരുത്തുക? കോടതിയിൽ ഇവരെ അറിയിച്ചത്, അതായത് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭരണത്തലവൻ കൂടിയായ ഗവർണറുടെ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി രജിസ്ട്രാർ ശ്രമിച്ചു എന്നുള്ളതിന് പേരിലായിരുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെന്നായിരുന്നു വൈസ് ചാൻസലർ കോടതിയെ അറിയിച്ചത്. തുടർന്ന് എന്ത് വിഷയത്തിലായിരുന്നു ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടികളിലേക്ക് നീങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി ഭാരതാംബയുമായി ബന്ധപ്പെട്ട ഒരു മതചിഹ്നം അവിടെ പ്രദർശിപ്പിച്ചു. അത് കേരള സർവകലാശാലയുടെ സെനറ്റിൽ പരിപാടികൾ നടത്തുന്നവർക്ക് നൽകുന്ന നിയമാവലിക്ക് വിരുദ്ധമാണ്. അത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തുന്നതിനെതിരെയായിരുന്നു രജിസ്ട്രാർ നടപടിയെടുത്തത് എന്ന് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഭാരതാംബ ഏത് മതത്തിന്റെ പ്രതീകമാണ്, എങ്ങനെ അവരെ ഒരു മതത്തിന്റെ ഭാഗമാക്കി കാണാൻ കഴിയും എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമായ ഒരു സത്യവാങ്മൂലം തിങ്കളാഴ്ച നൽകണമെന്നാണ് വൈസ് ചാൻസലറോടും ഒപ്പം ഈ സിൻഡിക്കേറ്റിനോടും ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ നടപടികളിൽ ശക്തമായ വാദപ്രതിവാദങ്ങളുടെ സാധ്യത തള്ളിക്കളയാനായില്ല. കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെയാണ്
സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കുകയും പിന്നീട് അദ്ദേഹത്തെ അടിയന്തരമായി ചുമതലയേൽക്കാനുള്ള നിർദ്ദേശവും നൽകിയത്. ഇത് തന്നെ മറ്റൊരു തരത്തിൽ ഒരു നിയമപ്രശ്നമാണ്. ഒരു കേസ് പരിഗണനയിലിരിക്കുമ്പോൾ ആ ഘടകങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ അടിയന്തരമായി ഒരാളെ സസ്പെൻഷനിൽ തുടരുന്ന ഒരാളിനെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുക, ഒപ്പം ആ നടപടിക്രമങ്ങൾ പിൻവലിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിയമയുദ്ധം ശക്തിയായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയുക. അജിന. ഓക്കെ, കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കമാണ് കാണുന്നത്. സിൻഡിക്കേറ്റ് നിലപാട് കടുപ്പിച്ചു. രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അടിയന്തരമായി ചുമതല ഏറ്റെടുക്കാൻ സിൻഡിക്കേറ്റ് നിർദ്ദേശിക്കുകയായിരുന്നു. നാളെ കോടതിയുടെ മുന്നിലുള്ള ഹർജിയിൽ ഒരു വിധി വരുന്നതിന് മുന്നെയാണ് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ സർവകലാശാലയിൽ നടന്നത്. ഇനി നാളെ എപ്രകാരമായിരിക്കും കോടതി ഈ കാര്യത്തെ കാണുക എന്നത് കണ്ടറിയാം. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.